പക്ഷെ ചൈനയും ഇന്ത്യയും ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയെക്കാളിലും ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ അത് നമ്മൾ കണ്ടതുമാണ്. ആ കാഴ്ചകളൊക്കെ ഇപ്പോഴും ലോകത്തെ, പ്രത്യേകിച്ച് ട്രംപിനെ എപ്പോഴും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളൊക്കെ. അങ്ങനെയാണെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്, ചൈനയുടെ ആപ്ലിക്കേഷനായ ടിക്ടോക്ക് വലിയ പ്രചാരം നേടിയതാണ് ഇന്ത്യയിൽ, അത് ഒരു നിമിഷം നിരോധിക്കുകയാണ് ചെയ്തത്. അതുപോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഇത്രയും വലിയ ബന്ധം ചൈനയുമായൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ചൈനീസ് വിപണികൾ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയ്ക്ക് അത്തരം ആപ്ലിക്കേഷനുകൾ തിരികെ വരുമോ? എങ്ങനെയായിരിക്കും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധം? ഈ പൊതുവെ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പലരും പറയും. കാരണം കാര്യം കാണുന്നത് വരെ, അത് കഴിയുമ്പോൾ മാറുന്ന ഒരു നിലപാടാണ് ചൈനയ്ക്കെന്നാണ് പലരും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാട് ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഇനിയും? അങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതകൾ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ലോകത്തിൻ്റെ ക്രമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ രാഷ്ട്രങ്ങൾ തമ്മിൽ നിലവിലിരുന്ന മൂല്യവ്യവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പം അമേരിക്കയെ മുൻകാലങ്ങളിൽ അമേരിക്കയുടെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു. അവരൊരു ഗ്യാരണ്ടി നൽകിയാൽ ആ ഗ്യാരണ്ടിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് അതില്ല എന്ന് ഖത്തറിലെ ബോംബാക്രമണത്തിലൂടെ ലോകം മനസ്സിലാക്കി. ഖത്തർ മാത്രം മനസ്സിലാക്കിയ ഒരു കാര്യമല്ല, എല്ലാവരും മനസ്സിലാക്കി. അങ്ങനെ അമേരിക്കയുടെ വാക്കുകൾ വിശ്വസിക്കേണ്ടതില്ല എന്ന് കരുതുന്നത് പോലെ തന്നെ ചൈനയുടെയും വാക്കുകൾ വിശ്വസിക്കേണ്ടതില്ല എന്ന് ലോകം കരുതുന്നുണ്ട്. ആരുടെയും വാക്കുകൾ വിശ്വസിക്കേണ്ടതില്ല. എല്ലാ ബന്ധങ്ങളും താൽക്കാലികമാണ്, താൽക്കാലിക ആവശ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ്. പക്ഷേ അങ്ങനെ തിരിച്ചറിവിലൂടെ നമ്മളൊരു ഇടപാടിൽ ഒരു വിദേശ രാഷ്ട്രമായിട്ട് ബന്ധപ്പെടാൻ തീരുമാനിച്ചാൽ നമുക്കതിൽ പരിക്കുണ്ടാവില്ല. കാരണം നമുക്കറിയാം, നമ്മളും അവരും തമ്മിൽ ബന്ധമുണ്ടാക്കുന്നത് നമ്മുടെ ആവശ്യത്തിനും അവരുടെ ആവശ്യത്തിനും വേണ്ടിയാണ്. ഇപ്പോൾ ചൈനയും അതേപോലെ ഇന്ത്യയും നല്ല ബന്ധത്തിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പരസ്പരം യോജിച്ചു നിന്നാൽ രണ്ട് രാഷ്ട്രങ്ങൾക്ക് മുന്നേറാനുള്ള വഴിയുണ്ട് എന്ന തിരിച്ചറിവാണ്. അത് സൃഷ്ടിച്ചത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക സൃഷ്ടിക്കുന്ന ഇത്തരം ഇടപാടുകൾ ഇനിയും കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അമേരിക്കയുടെ സൈനിക സ്ഥാപനം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ആലോചനയിലാണ്. അതുമൊക്കെ ഈ ചൈനയും അതേപോലെ അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രവുമായിട്ടുള്ള ബന്ധവും സ്ഥായിയായ ബന്ധമല്ല. എപ്പോൾ വേണമെങ്കിലും അതിന് തകരാറുകൾ സംഭവിച്ചേക്കാം. പക്ഷേ ബന്ധങ്ങൾ ആവശ്യമുള്ളപ്പോൾ നല്ല രീതിയിൽ നടപ്പിലാക്കുക. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധം നമുക്ക് ആവശ്യമാണ്, നമ്മുടെ ബന്ധം അവർക്കും ആവശ്യമാണ്. പരസ്പരം യോജിച്ച എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടാൻ തീരുമാനിച്ചിരിക്കും. ആ തീരുമാനം പല മേഖലകളിൽ നടപ്പാക്കി കഴിഞ്ഞു. ഇനി നമ്മളുടെ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, നിരോധിക്കപ്പെട്ട ആപ്പുകളുടെ സ്ഥിതി എന്താണ്? അതിൽ നമുക്ക് കൊടുക്കാവുന്ന ഉത്തരം അത് തിരിച്ചു വരും എന്ന് തന്നെയാണ്. ഏറ്റവും പോപ്പുലറായ ടിക്ടോക്ക് അത് തിരിച്ചു വരും. ആളുകൾ വളരെ ആഹ്ലാദത്തിലാണ് അത് തിരിച്ചു വരണം. കാരണം അത് നമ്മുടെ ഓൺലൈൻ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. വലിയ നല്ല പൈസ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പലർക്കും. പെട്ടെന്ന് നിരോധിച്ചപ്പോൾ ആളുകൾ വല്ലാത്തൊരു ആശങ്കയിലായിപ്പോയി. അല്ല, ആളുകൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത്തരം മേഖലകൾ ഒരിക്കലും സ്ഥിരമായ മേഖലകളല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അമേരിക്കയും ചൈനയും ഇന്ത്യയും തമ്മിലൊക്കെ ഉള്ള രാഷ്ട്രബന്ധങ്ങളെപ്പോലെ തന്നെ അതിനൊക്കെ ഒരു നൈമിഷിക സ്വഭാവം ഉണ്ട്. അപ്പോൾ ടിക്ടോക്ക് തിരിച്ചു വന്നാലും അത് സ്ഥായിയായ എക്കാലവും നമ്മുടെ ആളുകൾക്ക് പണമുണ്ടാക്കാനായിട്ടുള്ളൊരു മേഖലയായിട്ട് കണക്കാക്കേണ്ടതില്ല. കിട്ടുന്നിടത്തോളം വാങ്ങുക, അതല്ലാണ്ട് വലിയ പ്രതീക്ഷയുമായി കാത്തിരിക്കേണ്ടതില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ടിക്ടോക്ക് തിരിച്ചു വരും. ഏതാണ്ട് നിരോധിക്കപ്പെട്ട എല്ലാ ആപ്ലിക്കേഷനുകളും വീണ്ടെടുക്കാനായിട്ട് കഴിയും എന്നാണ് കരുതപ്പെടുന്നത്. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് എത്താം. അതിൽ തർക്കമില്ല എന്ന് എനിക്ക് തോന്നാം. ശരിയാണ്, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ മാഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമേരിക്ക നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഒരിക്കലും അമേരിക്ക ഇന്ത്യയോട് ഒരു എന്താ പറയുക, നീരസമോ രസലോ ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചവരാണ് എല്ലാവരും, അമേരിക്കക്കാരും ഇന്ത്യക്കാരും. പക്ഷേ ട്രംപ് എന്തോ ഒരു നിലപാടിൽ ട്രംപിന്റെ വാക്കുകൾ മാറുന്നു, നിലപാടുകൾ മാറുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, ഇന്ത്യയെ അടിമയാക്കാൻ ശ്രമിക്കുന്നു, വിധേയത്വം വേണമെന്ന് പറയുന്നു. പക്ഷെ ഇന്ത്യ ഇതിലൊന്നും നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ശക്തവുമാണ്.
ഈ ഇപ്പുറത്ത് അമേരിക്കയും ചൈനയും നിൽക്കുന്നു, നടുക്ക് റഷ്യ നിൽക്കുന്നു. ഇതിൽ ഏറ്റവും വിശ്വസിക്കാൻ, ഇന്ത്യക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നത് ആരെയാണ്? സ്ഥായിയായ ഒരു വിശ്വാസമില്ല. നമ്മൾ കുറച്ചുകൂടി ദീർഘമായിട്ട് അതിനെ പരിശോധിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം തന്നിട്ടുള്ളത് സോവിയറ്റ് റഷ്യ ആയിരുന്നു. പഴയ സോവിയറ്റ് റഷ്യ, അതിൻ്റെ പുതിയ രൂപമായിട്ടുള്ള റഷ്യ. അപ്പോൾ അതുകൊണ്ട് റഷ്യയാണ് ഇപ്പോൾ കൂടുതൽ വിശ്വസിക്കാനായിട്ട് കൊള്ളാവുന്നത് എന്ന് കരുതുന്നുണ്ട്. കാരണം നമ്മളുടെ പല ആയുധങ്ങളും അപ്ഡേറ്റ് ചെയ്യാനും കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റി തീർക്കാനുമൊക്കെ സഹായിക്കുന്ന സാങ്കേതിക സഹായം റഷ്യ നമുക്ക് നൽകി. നേരത്തെ ക്രയോജനിക് എൻജിൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സംവിധാനവും അതിൻ്റെ അറിവുകളും ഒക്കെ നമുക്ക് നൽകി നമ്മളെ പല മേഖലകളിലും അവർ സഹായിച്ചിട്ടുണ്ട്. അത് പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു സൗഹൃദ ബന്ധമാണ്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധവും, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധവും പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ വിശ്വാസ്യതയുള്ളത് റഷ്യയുമായിട്ടുള്ള ബന്ധം തന്നെ. ഈ റഷ്യയെ നമുക്ക് വിശ്വസിക്കാം. റഷ്യയിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, എണ്ണ വാങ്ങുന്നുണ്ട്. അമേരിക്ക പറയട്ടെ, നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതെയൊന്നും ഇരിക്കുന്നില്ല, നമ്മൾ വാങ്ങുന്നുണ്ട്. പക്ഷെ പൊതുവേ ഉള്ള ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ എന്താ പറയുക, ഇന്ത്യ സുരക്ഷിതമാണോ? എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഇപ്പോൾ സൗദിയും പാകിസ്ഥാനും ഒന്നാകുന്നു, അറബ് രാജ്യങ്ങൾ ഒന്നാകുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്ക് എപ്പോഴും ഒരു ശത്രുതാ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഭയം നമ്മളെ എവിടെയൊക്കെയോ കീഴടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളൊക്കെ വലിയ ചങ്കുകളാണ്, വലിയ സൗഹൃദമാണെന്നൊക്കെ പറയുമ്പോഴും ഈ അടിയിൽ കൂടെ വേല വെക്കുന്ന ഒരു നിലപാട് ഇന്ത്യക്കെതിരെ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്കെതിരെ ഇവർക്ക് തിരിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എളുപ്പമല്ല അത്. കാരണം പഴയ പൊസിഷനിൽ നിന്ന് ഇന്ത്യയുടെ സായുധ ശക്തി എന്ന് പറയുന്നത് മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏത് പ്രബല രാഷ്ട്രവുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പ്രതിരോധ ശേഷിയുണ്ട്. നമ്മുടെ ആയുധശേഷി, അതിൻ്റെ സാധ്യതകളും നമ്മളെ ഒരു ചെറിയ രാഷ്ട്രമാക്കിയല്ല ഇപ്പം നിർത്തുന്നത്. വൻ രാഷ്ട്രങ്ങളോട് കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റമുണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ ആണവായുധങ്ങളുടെ കാര്യത്തിലുള്ള വളർച്ചയും വികാസവും. അത് നമുക്ക് ആരുമായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലെത്തിയെന്ന് വെച്ചാൽ നമുക്ക് ആണവായുധമുണ്ട്, നമുക്ക് ആറ്റം ബോംബുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മളുടെ സൈനിക മേധാവികളോടും രാഷ്ട്രീയ നേതൃത്വം ചോദിച്ചാൽ അവരങ്ങനെ തുറന്നു പറയുമെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ത്യയുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ അറ്റോമിക് പവർ എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടി എന്നുള്ളതാണ്. പൊക്രാനിൽ നമ്മൾ പരീക്ഷണം നടത്തുമ്പോൾ നമ്മളതിന് കൊടുത്ത പേര് തന്നെ അറിയാലോ, ബുദ്ധൻ്റെ ചിരി എന്ന്. ഇപ്പം നമ്മൾ സമാധാനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുള്ളൂ എന്ന് ലോകത്തോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് ആവശ്യം വേണ്ട തരത്തിൽ അണ്വായുധ നിർമ്മാണം നടത്തിയിട്ടുണ്ട്, തർക്കമില്ലാത്ത കാര്യം. ഇത് നമുക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അനാവശ്യമായിട്ട് നമ്മുടെ മെക്കിട്ട് കയറുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ചൈന പോലും നമുക്കെതിരെ അങ്ങനെ ആക്രമണം അഴിച്ചുവിടാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ ഏത് സമയത്തും ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് പരിശോധിച്ചാൽ ഒരു രാഷ്ട്രവും അത്ര സുരക്ഷിതമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അമേരിക്ക ലോകത്ത് എല്ലാ സ്ഥലത്തും പോയി അടിയുണ്ടാക്കാൻ പ്രേരിപ്പിക്കും, അടിക്കാൻ ആളവിടും, ഇതൊക്കെ ചെയ്യും. എന്ത് ധൈര്യത്തിലാണ്? അമേരിക്കയുടെ മണ്ണിൽ ഇതുവരെ ഒരു ബോംബ് വീണിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ്. നാളെ അത് വീഴില്ല എന്നവർക്ക് കരുതാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലൊരു അസ്ഥിരത ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളുടെയും സുരക്ഷയെ ബാധിച്ചിട്ടുണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് ലോക സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിർണായകമായിട്ടുള്ള പങ്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിനാണ്. ആ ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളുടെയും ഒരു കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ എപ്പിക് സെൻറ്റർ എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപാണ്.